അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. പേജ് നമ്പർ ഏതിലാണ്? 97 കേട്ടോ. പേജ് നമ്പർ 97 ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. സോ നേരെ നോക്കിയിരുന്നോളൂ. ഇവിടെ ABCD എന്ന് പറയുന്നത് ഒരു റോംബസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. BAD എന്ന് പറയുന്ന ആംഗിൾ 80 ഡിഗ്രി. AC എന്ന് പറയുന്നത് ഡയഗണൽ ആണ്. ഡയഗണൽ എത്ര സെന്റിമീറ്റർ ആണ്? 10 സെന്റിമീറ്റർ. സോ അതിനെ ആദ്യം സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കോളൂ. 10 നമ്മൾ എന്താ എഴുതുക? 5. ഡയഗണൽ 10 തന്നതുകൊണ്ട് അത് 5 എന്ന് എഴുതാം. സോ ആദ്യത്തെ ആൻസർ അപ്പൊ തന്നെ കിട്ടും. എന്താ കിട്ടിയത്? 5 സെന്റിമീറ്റർ. എപ്പോഴും A ക്വസ്റ്റ്യൻ വെരി ഈസി ആയിരിക്കും. എപ്പോഴും സിമ്പിൾ ആയി എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും A ക്വസ്റ്റ്യൻ. B ക്വസ്റ്റ്യനിലേക്ക് നേരെ നോക്കിയിരുന്നോളൂ. ഈ 80 ഡിഗ്രിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക? 40. ഇതിനെ 40 എന്നാക്കി സ്പ്ലിറ്റ് ചെയ്യാം. നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ പറയുന്ന ട്രയാങ്കിളിലേക്ക് മാത്രം നോക്കുക. ഇവിടെ അല്ല, ഈ ട്രയാങ്കിളിലേക്ക് മാത്രം നോക്ക്. ഈ ട്രയാങ്കിളിലേക്ക് മാത്രം നോക്ക്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും BP എങ്ങനെ കാണുകയാണ്, അല്ലെങ്കിൽ PB എങ്ങനെ കാണുകയാണ്. മനസ്സിലായില്ലേ? 40ക്ക് ഓപ്പോസിറ്റ് കാണണം. 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കാണണം. അഡ്ജസന്റ് തന്നിട്ടുണ്ട്. ഏത് ഇക്വേഷനാ? ഇവിടെ മാത്രം നോക്കിയിരിക്ക്. ഇവിടെ മാത്രം നോക്ക്. ഈ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കാണണം. മനസ്സിലായില്ല? 40യുടെ എന്ത് കാണണം? 40 ഡിഗ്രിയുടെ എന്ത് കാണണം? ഓപ്പോസിറ്റ് കാണണം അല്ലേ? ഓപ്പോസിറ്റ് കാണുകയും അഡ്ജസന്റ് നമ്മ അടുത്തുള്ളത് ഇതാ കണ്ടോ. ഓപ്പോസിറ്റും അഡ്ജസന്റും തമ്മിലുള്ള റിലേഷനുള്ള ഇക്വേഷൻ ഏതാ? ഓപ്പോസിറ്റും അഡ്ജസന്റും തമ്മിലുള്ള ഇക്വേഷൻ ഏതാ? പറയണ. ഇങ്ങനെയാണ് ഏത് ഇക്വേഷനാണ് മനസ്സിലാക്കുക. അല്ലാതെ ബൈഹാർട്ട് പഠിക്കല്ല ചെയ്യേണ്ടത്. ഇവിടെ നോക്ക്. 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കാണണം. ക്ലിയർ അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞോ. 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കാണുന്ന അഡ്ജസന്റ് തന്നിട്ടുണ്ട്. സോ വേഗം ചെയ്തോ. tan 40 ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? എന്താ ടാനിന്റെ ഇക്വേഷൻ? ഓപ്പോസിറ്റ് ബൈ പറയണ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് ആരാ? BP അല്ലെ? അല്ലെങ്കിൽ PB. ഓപ്പോസിറ്റ് പറഞ്ഞ PB അല്ലെ? സോ PB. അഡ്ജസന്റ് ആരാ? അഡ്ജസന്റ് ആരാ? 5. വേഗം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് PB കണ്ടുപിടിക്കുക. വേഗം ചെയ്ത് നോക്ക്. PB എന്നോ BP എന്നൊക്കെ പറയാട്ടോ. PB എത്ര കിട്ടിയത്? PB is equal to ഇങ്ങനെ ക്രോസ് ചെയ്താൽ മതി. ഇങ്ങനെ ക്രോസ് ചെയ്താൽ മതി. tan 40 into 5. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? കണ്ടോ? PB നമ്മൾ ക്രോസ് ചെയ്യാൻ ആരുമില്ല. സോ PB. ക്ലിയർ ആണോ? tan 40 into 5. നിങ്ങൾ നോക്കിയേക്കോ. ആ ബോക്സിൽ ഉണ്ടാവും tan 40 എന്താ എത്രയാണ്? എത്ര tan 40? 0.83 അല്ലെ? 0.83 into 5 ഒന്ന് വേഗം സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. എത്ര കിട്ടുന്നത്? 415 കരം കിട്ടുക. 415 ആയിരിക്കും കിട്ടുക. 2 പോയിന്റ് ഉള്ളത് കൊണ്ട് എത്ര പോയിന്റ് മാറ്റിയിടണം? 4.15 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്താൽ സിമ്പിൾ ആയിട്ട് കിട്ടും. ഇത് 4.15 ആണെങ്കിൽ താഴത്തെ എന്തായിരിക്കും? 4.15. ബുദ്ധിമുട്ടുണ്ടോ? സോ PB എത്രയെന്നാ ചോദിച്ചത്? 4.15. ദെൻ റോംബസിന്റെ ഏരിയ 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് റോംബസ്? BH അല്ല, ഇതിൽ H തന്നിട്ടില്ല. സോ ഏരിയ കാണാനുള്ള ഇക്വേഷൻ 1/2 into D1 into D2. പഠിച്ചു വെച്ചോളൂ, എഴുതി വെച്ചോളൂ. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് റോംബസ് എന്ന് പറഞ്ഞാൽ 1/2 into D1 into D2. പൊന്നു മക്കളെ, വാട്ട് ഈസ് D1? എന്താണ് ഈ D1 എന്ന് പറഞ്ഞാൽ? ആദ്യത്തെ ഡയഗണല്. എന്താ D2? രണ്ടാമത്തെ ഡയഗണൽ. സോ എന്റെ കൂടെ ചെയ്താൽ മതി കേട്ടോ. മെല്ലെ ചെയ്താൽ മതി. ആക്രമണം കാണിച്ച് ചെയ്യരുത്. 1/2. മനസ്സിലായോ? പറഞ്ഞ D1 ആദ്യത്തെ ഡയഗണല്. D1 എന്ന് പറഞ്ഞ ആദ്യത്തെ ഡയഗണൽ ഇതാ. AC എന്ന് പറഞ്ഞ ഡയഗണൽ എത്രയാണ്? 10. സോ 10. നിങ്ങൾ പറഞ്ഞ D2 എന്താണ്? അങ്ങനെ നിങ്ങൾ ചെയ്യരുത്.
നിങ്ങൾ രണ്ടും കൂടി ആഡ് ചെയ്യരുത്. ഇവിടെ നിങ്ങൾ എന്താ D2 ന്റെ പകരം എഴുതേണ്ടത് അറിയോ? 2 × 4.15. ആ 2 ഈ 2 കട്ട് ചെയ്യുന്ന. മനസ്സിലായോ? നിങ്ങൾ 8 പോയിന്റ് ഒക്കെ എഴുതും, എന്നിട്ട് പിന്നെ അതിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊളാക്കേണ്ടി വരും. അപ്പൊ അതിലും നല്ല ട്രിക്ക് എന്താണെന്നറിയോ? എടാ ഈ BD എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഡയഗണല് 2 × 4.15 അല്ലേ? അല്ലേ? എടാ BD എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഡയഗണൽ എന്താ? 2 × 4.15 അല്ലേ? ഇനി ഏതെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഇതിലേതെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കൂ. 2 2 ഈ 2 ഈ 2 കട്ട് ചെയ്യാം. ഇപ്പൊ കണ്ടോ, 10 ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാനും വെരി ഈസിയാ. നിങ്ങളിപ്പോ ഒരു കാൽക്കുലേഷനും ചെയ്യാതെ ക്വസ്റ്റ്യൻ ചെയ്തു. ഇവിടെയാണ് സ്കില്ല്. അല്ലാതെ ഇവിടെ 2 × 4.15 നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആൻസർ കിട്ടും. ആ ആൻസറിനെ പിന്നെ പോയി 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ബാക്കിയുള്ളവരൊക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തി. മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായില്ലേ? അതായത് ആകെ കുട്ടിച്ചോറാവും, നിങ്ങൾക്ക് പോയിന്റ് ഒക്കെ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ നിങ്ങൾ എന്താ എക്സാമിന് ചെയ്യേണ്ടത്? ഇങ്ങനെ ഡയഗണൽ തന്നു കഴിഞ്ഞാൽ ഈ 2 × സംതിങ് എഴുതുക, എന്നിട്ട് ആ 2 ഉം 2 ഉം കട്ട് ചെയ്യുക. അപ്പൊ കണ്ടോ, 10 മൾട്ടിപ്ലൈ ചെയ്യൽ വെരി ഈസി അല്ലേ? ഇവരിവിടെ ആക്ച്വലി ഡയഗണൽ എന്തിനാ 10 തന്നത്? നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ഈസി ആവാൻ വേണ്ടിട്ടാണ്. എന്നിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ഈസി ആയില്ല, കാരണം നിങ്ങൾ ആ 10 കൊണ്ടുപോയി 2 കൊണ്ട് കട്ട് ചെയ്ത് കൊളാക്കി. മനസ്സിലായോ? അങ്ങനെ എക്സാമിന് ചെയ്യരുത്. അപ്പൊ പിന്നെ 5 ആണ് അവിടെ കിട്ടുക. 5 ഉം വേറൊരു നമ്പറും കിട്ടും, പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകേണ്ടി വരും. ഇപ്പൊ ഇതിൽ എന്തെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായോ? ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായില്ല, നിങ്ങൾക്ക് ആൻസർ കിട്ടി. വെരി സിമ്പിൾ ആണ്. വേഗം അടുത്ത ആൾക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കും.